ഹല്ലേലൂയ. അപ്പോൾ പക്ഷെ ഒരു കാര്യം, എങ്ങനെയാണെന്നാ പറഞ്ഞത്? തീപ്പൊരി ഉയരെ പറക്കും പോലെ എന്ന് പറഞ്ഞാൽ കഷ്ടതയ്ക്ക് ആയുസ് കുറവാണ്. സ്തോത്രം. അത് തീപ്പൊരി ഉയരെ പറക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു ടൈം ലിമിറ്റുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ തീരത്തില്ല, ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. ഞാൻ ഫേസ് ചെയ്യുന്ന കഷ്ടത, സ്തോത്രം, അതിൻ്റെ കട്ടി, അതിൻ്റെ തീവ്രത കുറഞ്ഞു 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 വന്നിട്ട് എന്തു ചെയ്യും? അതില്ലാതെയാകും. കാരണം എന്താണെന്നറിയാമോ? കഷ്ടകാലത്ത് എനിക്ക് ഏറ്റവും അടുത്ത തുണയായി ഒരുവനുള്ളത് കൊണ്ട് മാത്രമാ. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ടാണ് സ്തോത്രം ഇയ്യോബ് പറഞ്ഞത്, 6 കഷ്ടങ്ങളിൽ നിന്ന് അവൻ എന്നെ വിടുവിക്കും, 7ാമത്തേതിൽ തിന്മ എന്നെ തൊടത്തില്ല. ഇന്ന് പകൽ എത്ര പേർക്കത് പറയാൻ കഴിയും? 6 കഷ്ടങ്ങളിൽ കൂടെ നീ കടന്നു പോകും, പക്ഷെ അതൊന്നും നിന്നെ തകർക്കത്തില്ല. 7ാമത്തേതിൽ നിന്നെ തൊടാതെ വണ്ണം സൂക്ഷിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഇവിടെ പറയുകയാണ്, സ്തോത്രം, 7ാമത്തേതിൽ തിന്മ തൊടാതെ വണ്ണം. സ്തോത്രം. പുതിയ നിയമത്തിൽ വരുമ്പോഴേക്കും പറയുകയാണ്, കഷ്ടം അനുഭവിക്കാൻ നമുക്ക് വരമാണ് തന്നിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, കഷ്ടം അനുഭവിക്കാനും കൂടെ നമുക്ക് എന്ത് തന്നിരിക്കുന്ന? കഷ്ടം നമുക്ക് വരമായിട്ട് തന്നിരിക്കുക. സ്തോത്രം. നമുക്ക് മറ്റു വരങ്ങളൊക്കെ അറിയത്തുള്ളൂ. സ്തോത്രം. പ്രവചനവരവും അന്യഭാഷ, രോഗശാന്തി വരം, നമുക്കതൊക്കെ അറിയാം. കഷ്ടത എന്നുള്ളൊരു വരം, ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ, അതൊരു വരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ആ വരം തന്ന ദൈവം കൂടെ ഇരിക്കാതിരിക്കുമോ? ഹല്ലേലൂയ. കഷ്ടത ഒരു വരമാണെങ്കിൽ ഞാൻ പറയട്ടെ, ആ വരം തന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം, സ്തോത്രം, കൂടെ ഇരിക്കാതിരിക്കത്തില്ല.